ഹേ ഗൈസ്, ഇത് പട്ടാമ്പിയിലപ്പോൾ ഉള്ളത്. പട്ടാമ്പിയിൽ പാലത്തിൻ്റെ മുകളിൽ കൂടെ വെള്ളം നിറഞ്ഞൊഴുകുമെന്ന് പറഞ്ഞപ്പോൾ വന്നതാണ് വീഡിയോ എടുക്കാൻ. ഇത് റെയിൽവേൻ്റെ കമ്മാനാണ് കാണുന്നത്. കമ്മാനത്തിൻ്റെ അതുവരെ മേലെ പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ്റെ അതുവരെ വെള്ളം പൊന്തിക്കുന്നു. 2 ദിവസത്തെ മഴയാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടുത്തെ ഒരുവിധം കടകളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പട്ടാമ്പി പാലാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. പാലത്തിൻ്റെ കൈവേലിയൊക്കെ ഒടിഞ്ഞു പോയിക്കുന്നു മഴയുടെ വെള്ളത്തിൻ്റെ സ്റ്റോങ് കൊണ്ട്. ഇപ്പോൾ പരിപൂർണ്ണമായിട്ട് ഗതാഗതം നിർത്തിക്കണം. ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ വേണം ഗുരുവായൂർ കുന്നംകുളത്തേക്ക് പോണ ബസ് പോകാൻ. ബസ്സൊക്കെ പരിപൂർണ്ണമായി നിർത്തിക്കണം. ഏകദേശം ഒരാൾക്ക് അരക്കൊപ്പം വെള്ളത്തിലാണ് കൈവേലി തകർന്ന് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിടാത്ത കാരണം അങ്ങോട്ട് പോയി വീടെടുക്കൽ നടക്കില്ല. സാർമാർ സമ്മതിക്കില്ല അങ്ങോട്ട് പോകും. ഏതൊക്കെ ഡാമുകൾ തുറന്നു വിട്ടിട്ടുണ്ട് തോന്നുന്നു. അതാണ് വെള്ളത്തിന് ഇത്ര ശക്തി, ഒഴുക്ക്. പുഴയിലെ വെള്ളം നല്ല ഒഴുക്കാണ്. ഇവിടെ ഒരു ഡോക്ടറെ വീടുണ്ട്. ട്രാൻസ്ഫോമറിൻ്റെ അപ്പുറത്തൊരു ഡോക്ടറെ വീടുണ്ട്. ഇതേപോലെയുള്ള പ്രളയം ഉണ്ടായത് 2018 ഇതേപോലെ എന്നിട്ട് കമ്പി വേലിയൊക്കെ പൊട്ടി ഇതേപോലെ ഒരു പ്രളയം ഉണ്ടായിട്ടുണ്ട്. ഇത് അതിലും കുറച്ചും കൂടി സ്ട്രോങ് ആയി. പ്രശ്നം വെള്ളം നല്ല കയറിയിരിക്കണു. എന്നാലും മഴയ്ക്കൊരു ഒഴിവില്ല. മഴ എപ്പോഴും പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് പെയ്താൽ നാളത്തെ സ്ഥിതി എന്തായിരിക്കും എന്ന് അറിയില്ല. ഇത് പട്ടാമ്പി പുഴയുടെ പല ഭാഗങ്ങളിൽ നിന്നിട്ടാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. 3-4 ഭാഗത്ത് പോയിട്ടാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. അതാണ് ഓരോ ഭാഗങ്ങളായി കാണുന്നത്. ഒരു സ്ഥലത്തു നിന്ന് മാത്രം എടുത്താൽ വീഡിയോ അത്ര ക്ലിയറായി കിട്ടില്ല. വെള്ളം പട്ടാമ്പിയിലാണ് കേട്ടോ. പട്ടാമ്പിയിൽ പുഴയൊക്കെ നിറഞ്ഞൊഴുകാണ്. ഇല്ലേ, തേക്ക് ഭാഗത്തൊക്കെ ഭാരതപ്പുഴ നിറഞ്ഞിട്ട് പാലം മൂടിയിട്ട് ബസ്സുകൾ വാഹനം നിറഞ്ഞ് പുറത്തേക്ക് വന്നതിനും ബസ് സർവീസൊക്കെ നിർത്തി വെച്ചാണ്. പ്രാവശ്യത്തെ വെള്ളപ്പൊക്കപ്പത് ഇവിടൊക്കെ വെള്ളം കയറി കേട്ടോ. ഇവിടെ ഒരു ഗ്യാസ് കമ്പനി ഉണ്ട്. ബംഗാളികളാണ് കൂടുതൽ താമസിക്കുന്നത്. പോകാം ഇവിടെ ക്വാർട്ടേഴ്സിലേ ബംഗാളി താമസിക്കുന്ന ക്വാർട്ടേഴ്സാണ്. ഇതൊക്കെ നിറച്ച് വെള്ളമാണ്. വരുന്ന വഴികളിലും പാവങ്ങൾ അന്യ സംസ്ഥാനത്തു നിന്ന് വന്നിട്ടേ നാട്ടിൽ താമസിക്കുന്ന കൂലിപ്പണിത്ത് ജീവിക്കുന്ന ആൾക്കാരെ പാവങ്ങൾ. ആകെ വെള്ളമാണ്. കുറേ ആൾക്കാരോടും താമസം മാറ്റി പോവുകയാണ്. കാരണം ഇനിയിപ്പോൾ രാത്രി 2 ദിവസം മഴ പെയ്യുകയാണെങ്കിൽ, പകലും മഴ പെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ അവസ്ഥ ഇതിലപ്പുറമാവും. വരുന്ന വഴിയാണ് കാണുന്നത് കേട്ടോ. പ്രയാസം കാലിൽ മുട്ടുന്നവരെ വെള്ളമുണ്ട്. ചില ആളുകൾ പോകാൻ താമസം മാറ്റി പോവുകയാണ്. തണുപ്പത്തെ പട്ടാമ്പിലത്തെ അവസ്ഥ കണ്ടില്ലേ. 2-3 ദിവസത്തെ മഴ ഇപ്പോൾ കാണുന്നത്. പുഴ നിറഞ്ഞ് കവിഞ്ഞു.
വെള്ളപ്പൊക്കമായിട്ട് ഇവിടെ ഒരുപാട് റൂമുകൾ ആളുകൾ ഒഴിവാക്കി പോയിക്കണ്. ഇവിടെ ബംഗാളികൾ താമസിക്കുന്ന കോട്ടേഴ്സാണ് തോന്നുന്നു ഇവിടെ അധികം. ഇത് നീള ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് എടുത്ത ഭാഗമാട്ടാ. അവിടെ നിൽക്കുമ്പോൾ ബാക്ക് കാണിക്കാൻ പറ്റുള്ളൂ. പുഴയുടെ ബാക്ക് ഭാഗം. ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം കയറിക്കണേ. പട്ടാമ്പിയിലേ ഒരുപാട് കടകളുണ്ട്. 3 നില ഫ്ലോർ. അത് ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഉള്ളിൽ നിന്നപ്പോൾ എടുത്തുകൊണ്ട് വീഡിയോ. സ്റ്റെപ്പ് വരെ വെള്ളത്തിലാണ്. ഇവിടെ ഒന്നൊരാൾക്ക് താഴ്ചയുണ്ട്. എല്ലാ കടകളും അടച്ചു പോയിക്കുന്നു. നമ്മൾ പട്ടാമ്പി ബസ് സ്റ്റാൻഡിൻ്റെ പരിസരം കേട്ടോ. ബസ്സോട്ടൊക്കെ നിലച്ചാണ്. ബസ്സോട്ടൊക്കെ നിർത്തി വെച്ചാണ്. ഇവിടെയൊക്കെ ആകെ വെള്ളം പൊന്തിയിട്ട് ഷോപ്പുകളും കടകളും ഒരുപാട് ഇല്ലേ. ഇപ്പോഴത്തെ അവസ്ഥ. ഇത് ബസ് സ്റ്റാൻഡിൻ്റെ പരിസരമാണ്. പട്ടാമ്പി ബസ് സ്റ്റാൻഡിൻ്റെ പരിസരം, അതായത് പാലത്തിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റാൻഡ്, പുതിയ സ്റ്റാൻഡ്. ഇത് പട്ടാമ്പിയിലെ പ്രസിദ്ധമായ ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രം കേട്ടോ. അമ്പലത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം കയറിക്കണേ. പട്ടാമ്പി ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രം. അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ നിറച്ച വെള്ളമാണ്. ഇത് പട്ടാമ്പി ടൗണാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരം. ഇവിടെയൊക്കെ ഒരുപാട് കടകൾക്ക് വെള്ളം കയറിയിട്ട് കട അടച്ച് പോയിക്കണം. കുറേ ആളുകൾ സാധനങ്ങൾ അവിടുന്ന് മാറ്റിയിരിക്കുന്നു വണ്ടികളിൽ. ചില കടയിലൊക്കെ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. ഒരുപാട് കടകളുണ്ട്. 1.5 കിലോമീറ്റർ ടൗണിൽ ഫുള്ള് വെള്ളമാണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് നേരമായിട്ട് മഴയ്ക്ക് കുറച്ച് ഒഴിവുണ്ട്. മഴ തുള്ളിയിട്ട് നിൽക്കുന്നുണ്ട്. വന്നപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. ഇപ്പം മഴ കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട്. ഇനി എപ്പോഴാണ് പെയ്യാന്ന് പറയാൻ പറ്റില്ല. കാണുന്നൊക്കെ കാൽനട യാത്രക്കാരാണ് കേട്ടോ. സംഭവം അറിഞ്ഞിട്ട് കാണാൻ വന്നതും അടുത്തുള്ള ആളുകളുമാണ്. അങ്ങനെ പട്ടാമ്പി ടൗൺ മൊത്തത്തിലൊന്ന് കറങ്ങി കണ്ടു, വീഡിയോ എടുത്തു. ഇപ്പോൾ പട്ടാമ്പി തിരിച്ചു പോരുകയാണ്. ഇവിടെ ബസ്സുകൾ വളരെ കുറവാണ്. തിരിച്ചു പോരുകയാണ്.